ആട്ടെ, എത്ര രൂപയുണ്ട്? അതൊരു എത്രയുണ്ടാ? 250. എന്റെ പെട്രോള്. അല്ല, ഇവന് പെട്രോൾ അടിക്കാൻ 50 പോയിട്ട് ബാക്കി 200. എടാ അപ്പൊ തിരിച്ചു പോകുമ്പോ നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? അവന്റെ ഒരു തീറ്റ. ആദ്യം ഞാൻ ഈ കല്യാണം കഴിക്കാൻ പറ്റുമോ നോക്കട്ടെ. കൂടെ വന്നത് പറഞ്ഞു. 200 കുണുമായിട്ട് കബഡി ഉരുട്ട ഇറങ്ങിയിരിക്കുക. അതെങ്കിൽ അത്. ഇത് മുഴുവൻ ഉരുട്ടാത്ത എന്താ ജോത്സ്യര്? പകുതി എന്താ മാറ്റി വെച്ചേക്കണത്? ഇതിനിത് മതി. തടസ്സമാണല്ലോ കാണുന്നത്. മാറ്റണം. ആരാണ് തടസ്സം എന്നെന്തെങ്കിലും? ഒരു സ്ത്രീയാണ് തടസ്സം. അതിവന്റെ അമ്മ തന്നെ, അല്ലാതാരാണ്? കല്യാണം എന്ന് പറയുമ്പോ ചെകുത്താൻ കുരിശ് കണ്ട മാതിരിയാണ് ഇവന്റെ അമ്മ. അമ്മയല്ല, അമ്മയെ കൊണ്ട് അവള് ചെയ്യിപ്പിക്കുന്നതാണ്. ഇവനെ ജന്മജന്മാന്തരങ്ങളായി ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണാണ് കക്ഷി. അവള് നിങ്ങളുടെ ശരീരത്തിൽ മാറി മാറി കയറുന്നുണ്ട്. അതാണ് ചില സമയത്ത് നിനക്കൊരു പെണ്ണിന്റെ സ്വഭാവം. ഒന്ന് പോടാ, തെളിച്ചു പറ ജോത്സ്യരെ. കഴിഞ്ഞ 7 ജന്മങ്ങളിലും നിങ്ങൾ കാമുകന്മാരായിരുന്നു, പക്ഷെ വിവാഹത്തിലെത്തിയില്ല. അപ്പൊ എല്ലാ ജന്മത്തിലും 3G ആയിരുന്നല്ലേ? ഈ ജന്മത്തിൽ മാത്രമല്ല. ഇത്തവണ കെട്ടാം, ഞാൻ റെഡിയാണ് ജോത്സ്യരെ. പക്ഷെ ഒരു കാര്യം, ഇത്തവണ അവള് ജനിച്ചുമില്ല. 8ാം തവണയും മൂഞ്ചി. നെഗറ്റീവ് അടിക്കാതെടാ ജോത്സ്യര് പറ. കഴിഞ്ഞ ജന്മം താനൊരു രാജഭടനായിരുന്നു. അവള് കൊട്ടാരത്തിൽ അടിച്ചൊലിക്കായി. പക്ഷെ പടനായകന് അവളോട് പ്രണയം, അവൾക്ക് തന്നോട്. കേൾക്കുമ്പോ തന്നെ രോമം എഴുന്നേറ്റ് വരുന്നു. അതിനിപ്പൊ രോമാഞ്ചം വന്ന് തിന്താളായ കാര്യം. എടാ, അവൻ അന്ന് ഇത്രയും രോമം കാണില്ല, ഇപ്പോഴാ പൊങ്ങിയത്. രോമുവേ, പടനായകൻ തന്നെ ഒഴിവാക്കാൻ തന്നെ അതിർത്തിയിലേക്ക് യുദ്ധത്തിനയക്കുന്നു.